എല്ലാവർക്കും വോളിയം പ്രൊഫൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡേറ്റ് മൺഡേ ജൂലൈ 6, 2026. ഇന്ന് ഈ വീക്കിലെ ഫസ്റ്റ് ട്രേഡിംഗ് ഡേ ആയിരുന്നു. അപ്പോൾ കുറച്ച് ലെവൽസ് ഞാൻ ഓൾറെഡി വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ലെവലാണ് കൊടുത്തത്. 5 മിനിറ്റിൽ ഒക്കെ വരച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിൻ ലെവൽ എന്ന് പറയുന്നത്. ഈ ഒരു ലെവൽ, അതേപോലെ തന്നെ ഇതൊരു ലെവലായിരുന്നു. ഓക്കെ, കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ഈ ലെവലിൻ്റെ താഴെയാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ട് ഇത് റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു. പക്ഷേ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് അതിൻ്റെ മേലെയാണ്. ഓക്കെ, കറക്റ്റ് നമ്മൾ ലെവലിൻ്റെ മേലെയാണ് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുള്ളത്, ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് നോക്കി അറിയാൻ വേണ്ടി പറ്റും കറക്റ്റ് നമ്മൾ ലെവലിൻ്റെ മേലെ. കാരണം ഇതിൻ്റെ മേലെ നമുക്ക് വേറെ ലെവലും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ബൈ ഓപ്പർച്യൂണിറ്റിയാണ് നോക്കിയത്. നോർമലി നമ്മൾ SL എന്ന് പറയുന്നത് ഏകദേശം 25 പോയിൻ്റാണ് ഫ്യൂച്ചറിനകത്ത് വരുന്നത്. അപ്പോൾ ഓപ്ഷനകത്ത് എന്ന് പറയുമ്പോൾ ഒരു 10-11 പോയിൻ്റൊക്കെയാണ്. പക്ഷേ ഓൾമോസ്റ്റ് ഒരു ഡിസ്കൗണ്ടിൽ 14 പോയിൻ്റ് വരെ മാർക്കറ്റ് താഴെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു റേഞ്ചിലൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം എന്താണ് ഒരു 8 പോയിൻ്റ് 9 പോയിൻ്റ് റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് അറ്റ് ദ മണിയിൽ SL പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു. അതിനുശേഷം ഞാൻ ടാർഗറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ലെവലാണ്. ഓക്കെ, ഏകദേശം 110 പോയിൻ്റാണ് ടാർഗറ്റ് നിഫ്റ്റി ഫ്യൂച്ചറിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ 1:4 കാൽക്കുലേറ്റ് ചെയ്തിട്ട് വെച്ചതാണ്. മാർക്കറ്റ് കറക്റ്റ് നമ്മൾ ടാർഗറ്റിൽ വന്നു. അതിനുശേഷമാണ് മാർക്കറ്റ് ഡൗൺ ആയത്. ഓക്കെ, അതിനുശേഷം ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കുറച്ച് ലെവൽസ് ഞാൻ ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ വീഡിയോ കാണാത്ത ആളുകൾ പോയി കാണാം. അതിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു സപ്പോർട്ട് ഏരിയ ആണെന്ന്. ഓക്കെ, ഇന്നത്തെ മാർക്കറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്ത് എവിടെയാണോ കറക്റ്റ് നമ്മൾ ലെവലിലാണ് അല്ലേ. ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. ഏകദേശം എന്താണ് 42 റേഞ്ചിലാണ് ക്ലോസിങ് കിട്ടിയത്. നിങ്ങൾ SL എന്ന് പറയുന്നത് ഏകദേശം എത്ര പോയിൻ്റ് ഉണ്ടാവും? 1 മിനിറ്റിലാണ് ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം 6 പോയിൻ്റാണ് നിങ്ങൾക്ക് SL വരിക അല്ലേ. അതിനുശേഷം ഈ ഒരു ലെവൽ കഴിഞ്ഞ ദിവസം ഞാൻ വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത ലെവലാണ്. ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ ആ ലെവൽ കണ്ടിട്ടുണ്ടാവും. ഓൾമോസ്റ്റ് 6 പോയിൻ്റ് റിസ്ക് എടുത്ത മാർക്കറ്റ് 35 പോയിൻ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ ലെവലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ലെവൽ ബ്രേക്ക് ചെയ്തു, അപ്പ് സൈഡേക്ക് ബ്രേക്ക് ചെയ്തു, റീടെസ്റ്റ് എടുത്തു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഡിസ്കൗണ്ടിലാണ് നമ്മൾ എൻട്രി ലെവലിലേക്ക് മാർക്കറ്റ് വന്നിട്ടുള്ളത് അല്ലേ. ഏകദേശം ഒരു 2 പോയിൻ്റ് 3 പോയിൻറ്റിൽ മാർക്കറ്റ് ഏകദേശം 1:10 വരെ റിവാർഡ് തന്നിട്ടുണ്ട് മേലോട്ടേക്ക്. ഓക്കെ, അപ്പോൾ അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, ലെവൽ ബ്രേക്ക് ചെയ്തു. മാർക്കറ്റ് നേരെ താഴോട്ടേക്കും അതേപോലെ തന്നെ ഓൾമോസ്റ്റ് ആ ലെവലിന് താഴെ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് മാർക്കറ്റ് 25 പോയിൻ്റ് താഴെയും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലെവലാണ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം സപ്പോർട്ട്, അതിനുശേഷം റെസിസ്റ്റൻസ്. പിന്നെ ഞാൻ ഓൾറെഡി ഇന്നലെ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ വ്യൂ എന്ന് പറയുന്നത് കോൾ സൈഡിലേക്കാണ്, ബുള്ളിഷാണ് വ്യൂ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കോൾ സൈഡിലേക്കുള്ള ട്രേഡാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, കോൾ സൈഡ് എന്ന് പറയുമ്പോൾ നമ്മളെ ടാർഗറ്റ് മാക്സിമം ടാർഗറ്റ് ഈ റേഞ്ചിൽ വെക്കുക. അല്ലെങ്കിൽ ഞാൻ നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ആ ടാർഗറ്റ് ആയപ്പം ഏകദേശം 96 ആയിട്ടുണ്ടാവും. ഓക്കെ, 42ൽ നിന്ന് ഓൾമോസ്റ്റ് 97 വരെ പോയിട്ടുണ്ട്. ഓക്കെ, ആ പ്രീമിയം ഓൾമോസ്റ്റ് ഡബിൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ പറയാനുള്ള റീസൺ ഇത് ഞാൻ ഓൾറെഡി കൊടുത്തത് കൊണ്ടാണ് പറയുന്നത്. നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ലെവൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു ലെവൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ലെവൽ നിങ്ങൾക്ക് ഇന്നലെ വീഡിയോയിനകത്ത് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതുകൂടാതെ ഞാൻ വോളിയം പ്രൊഫൈലിൽ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന സിയുടെ ലെവലാണ്. ഈ ഒരു ലെവലൊക്കെയാണ് സിയുടെ ലെവൽ. മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, ഈ ലെവലിന് മേലെ പോയി. നിഫ്റ്റിനകത്താണെങ്കിൽ നമുക്ക് അതിന് മുമ്പ് തന്നെ നമുക്ക് ട്രേഡ് ആക്റ്റീവ് ആയിട്ടുണ്ട്. സ്റ്റിൽ ഇതിൻ്റെ മേലെ പോയിട്ടാണ് വരുന്നതെങ്കിൽ ഏകദേശം എന്താണ്, ഏകദേശം 10 പോയിൻ്റ് SL ആയിരിക്കും നമുക്ക് ട്രേഡ് വന്നിട്ടുണ്ടാവുക അല്ലേ. ഇവിടെ പോയി റീടെസ്റ്റ് എടുത്തു. ഓൾമോസ്റ്റ് നമ്മളെ ലെവലിൽ വരുമ്പോൾ 10-11 പോയിൻ്റുള്ള മാർക്കറ്റ് ഏകദേശം 42 പോയിൻ്റ് വരെ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന സ്ട്രൈക്കിലായിക്കോട്ടെ അതേപോലെ ഫ്യൂച്ചറിലായിക്കോട്ടെ കൊടുത്തിരിക്കുന്ന എല്ലാത്തിനകത്തും പിന്നെ നമ്മൾ പൊട്ടെടുക്കത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മളെ വ്യൂ എന്ന് പറയുന്നത് കോൾ സൈഡേക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ഡാറ്റ ഗ്രൂപ്പിൽ കൊടുക്കും നമ്മളെ വ്യൂ എന്താണെന്ന്. അപ്പോൾ നമ്മളത് മാത്രമാണ് ട്രേഡ് ചെയ്യാറുള്ളൂ. അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ പോയി ട്രേഡ് ചെയ്യാറില്ല. ഇൻ കേസ് ഇപ്പോൾ ഡാറ്റ ബുള്ളിഷാന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ തന്നെ പോയിട്ട് കോൾ മേടിച്ച് ഹോൾഡ് ചെയ്യാമെന്നല്ല അതിൻ്റെ മീനിങ്. കോളിനകത്ത് നമ്മളുടെ ലെവൽ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ നമ്മൾ ട്രേഡ് എടുക്കും, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, പക്ഷേ അല്ലാത്ത പക്ഷം എന്ന് പറഞ്ഞാൽ ചില ആളുകൾ എന്താണ്, മാർക്കറ്റ് ഓപ്പൺ ആയി കുറച്ച് സമയം കോൾ എടുക്കും, കുറച്ച് സമയം പുട്ടെടുക്കും, കോൾ എടുക്കും, പുട്ടെടുക്കും. അവർക്ക് തന്നെ അറിയില്ല മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്കൊരു പ്രോപ്പർ വ്യൂ ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ ഡാറ്റ റീഡ് ചെയ്യുന്നത്. ഡാറ്റ റീഡ് ചെയ്യാൻ നിങ്ങൾക്ക് വോളിയം പ്രൊഫൈലിൻ്റെ കോഴ്സ് അറ്റൻഡ് ചെയ്ത് എല്ലാവർക്കും ഡാറ്റ എങ്ങനെയാണ് റീഡ് ചെയ്യുന്നതെന്നുള്ള പഠിപ്പിച്ച് തരുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ലെവൽസിൽ ആക്റ്റീവ് ആയി കഴിഞ്ഞാലാണ് നമ്മൾ ട്രേഡ് എടുക്കുക. അത് നമ്മൾ ആ ഡാറ്റകൾ റീഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എടുക്കുന്ന ട്രേഡ് കോൺഫിഡൻ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, നമ്മളിപ്പോൾ കോൾ എടുത്തിട്ട് ഓൾമോസ്റ്റ് ഞാൻ നേരത്തെ കാണിച്ച് കോളിനകത്താണെങ്കിൽ നമുക്ക് ആ പ്രീമിയം ഡബിൾ ആയിട്ടുണ്ട് അല്ലേ. അത് നമുക്ക് എന്തുകൊണ്ട് ഡബിൾ വരെ ആകുന്നവരെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നു? ബിക്കോസ് നമുക്ക് ഡാറ്റ ഉണ്ട്, ബുള്ളിഷാണ്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നലെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ
സെക്കൻഡ് വീഡിയോ ഇന്നലെ ഓക്കെ ഇന്നലെ ഇട്ട വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ ഓയിലിൻ്റെ ലെവൽ തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഓയിൽ ഇവിടെയാണ് ഓപ്പൺ ചെയ്തത്. നമ്മളെ ലെവലിൽ മാർക്കറ്റ് വന്നു, റെസിസ്റ്റൻസ് എടുത്തു. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആ ലെവലിൽ നിന്ന് കറക്റ്റ് മാർക്കറ്റ് ഫാൾ ചെയ്തു. ഏകദേശം 1.8% ഫാൾ ചെയ്തു. താഴ്ന്ന് എന്ത് ചെയ്തു, നമ്മളെ ലെവലിൽ സപ്പോർട്ട് എടുത്തു. മാർക്കറ്റ് ഓൾമോസ്റ്റ് 1.4%ൻ്റെ അപ്സൈഡ് തന്നിട്ടുണ്ട്. ഓക്കെ, കറക്റ്റ് റെസിസ്റ്റൻസും സപ്പോർട്ടും നമ്മളെ കറക്റ്റ് ലെവലിൽ തന്നെയാണ്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, സോറി, അതിനുശേഷം നാച്ചുറൽ ഗ്യാസിൻ്റെ ലെവൽ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളെ ലെവലിൽ എത്തുന്നതിന് മുന്നേ ജസ്റ്റ് ലെവലിൽ ടച്ച് ചെയ്യാതെ മാർക്കറ്റ് എന്ത് ചെയ്തു, മേലോട്ട് പോയിട്ടുണ്ട്. സ്റ്റിൽ അതിനോട്ട് ആക്റ്റീവാണ്. അപ്പോൾ ഇനി വരികയാണെങ്കിൽ നമുക്കത് ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു, ഞാൻ GBP JPY തന്നിട്ടുണ്ടായിരുന്നു. അതിലെ ലെവൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി പറ്റും. കറക്റ്റ് ലെവൽ വന്നു, റെസിസ്റ്റൻസ് എടുത്തു, ബ്രേക്ക് ചെയ്തു, അവിടെ നിന്ന് ഹെവി ആയിട്ട് ഷൂട്ട് ചെയ്തു. ഓൾമോസ്റ്റ് 1:7 ഇപ്പോഴും അത് റണ്ണിങ്ങിലാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഗോൾഡിൻ്റെ നമ്മൾ ഇൻട്രാഡേ ട്രേഡ് ഓൾമോസ്റ്റ് നിങ്ങൾ ടെലിഗ്രാമിൽ കണ്ടിട്ടുണ്ടാവും, എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നുണ്ട്. നമ്മൾ ഏകദേശം 92 റേഞ്ചിൽ നമ്മൾ സെല്ല് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. രാവിലെ ഒരുപാട് സ്ക്രീൻഷോട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, 92 എന്ന് പറയുന്നത്. ഓക്കെ, ആ ലെവൽ എന്ന് പറയുന്നത് ഇതാണ് 92 റേഞ്ച്. ഓൾമോസ്റ്റ് നമ്മൾ ഈ ഫാളിന് ശേഷമാണ് റീടെസ്റ്റിൽ സെല്ല് എടുത്തത്. 92 മാർക്കറ്റ് ഏകദേശം 91, 92 നമ്മൾ 2 പോയിൻ്റ് SL ഫസ്റ്റ് ടൈം മാർക്കറ്റ് വന്നു, നല്ലൊരു ഫാൾ കിട്ടി 76 വരെ. വീണ്ടും മാർക്കറ്റ് വന്നു, ഫാൾ കിട്ടി. അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, റെസിസ്റ്റൻസ് അവിടെ വീണ്ടും റീടെസ്റ്റ് എടുത്ത് അവിടെ നിന്നാണ് മാർക്കറ്റ് എന്ത് ചെയ്ത് ഷൂട്ട് ചെയ്ത് 92 മുതൽ ഏകദേശം 4202. ഓക്കെ, 10 പോയിൻറ്റ് മൂവ് ചെയ്തിട്ടുണ്ട് 1:5. അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ അറിയാം എന്താ, ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് വീണ്ടും താഴെ അവിടെ നിന്ന് മാർക്കറ്റ് ഹെവി ആയിട്ട് ഫോളോ ചെയ്തു. ഓക്കെ, ഓൾമോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ എത്ര പോയിൻ്റ് ഫോളോ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ ലോ വരെ നോക്കി 58 പോയിൻ്റ് മാർക്കറ്റ് എന്ത് ചെയ്ത് ഫോളോ ചെയ്തു. അതിനുശേഷം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ലെവലും മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ആക്ട് ചെയ്താണ് പോകുന്നത്. ഓക്കെ, ഇത് ഞാൻ ഓൾറെഡി മൾട്ടിബാങ്ക് ഗ്രൂപ്പിൽ കൊടുത്തതാണ്. 67 ലെവലിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെല്ല് എടുക്കാൻ വേണ്ടിയിട്ട് 60 SL അത് ഇന്നലെ കൊടുത്തതാണ്. അതിനുശേഷം എന്ത് ചെയ്തു, ലെവലിൻ്റെ താഴെ വന്നു, മാർക്കറ്റ് 67 ഏകദേശം 34 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. ഏകദേശം 34 പോയിൻറ്റ്, ജസ്റ്റ് 1-2 പോയിൻറ്റ് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ബ്രേക്ക് ചെയ്തു. കറക്റ്റ് മാർക്കറ്റ് റീടെസ്റ്റ് എടുത്തു, 69 വരെ റീടെസ്റ്റ് എടുത്തിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്ത് താഴോട്ടേക്ക് ഫോളോ ചെയ്തത്. ഓക്കെ, അതിനുശേഷം നമ്മളെ മൾട്ടിബാങ്കിലേക്ക് വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെ ഈ ഒരു ലെവലിൽ എന്ന് പറയുന്നത് നമ്മളെ വോളിയം പ്രൊഫൈലനുസരിച്ച് സെക്കൻഡ് ഗ്യാപ്പാണ്. ഓക്കെ, 59, 58 റേഞ്ച് മാർക്കറ്റ് ഈ ലെവലിൽ വന്നു, കുറച്ച് സമയം ആക്ട് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ലെവലിനോട് ശ്രദ്ധിക്കണം, ഈ ലെവലും കൂടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫാൾ ഉണ്ടാവും. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മാർക്കറ്റ് അവിടെ വന്നു, ഈ ഒറ്റ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തു, അവിടെ നിന്ന് ഷാർപ്പായിട്ട് മാർക്കറ്റ് ഫോളോ ചെയ്തു. ഓക്കെ, സ്റ്റിൽ ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ 42 ബിലോ മാർക്കറ്റ് വീണ്ടും സെല്ല് വരും. കാരണം ഈ ഒരു ഇമ്പോർട്ടൻറ്റ് റോണ് ബ്രേക്ക് ചെയ്തിൽ നിൽക്കുകയാണ്. ഇപ്പോഴും വീണ്ടും മാർക്കറ്റ് നേരെ താഴെ വന്നു, നമ്മുടെ സ്റ്റിൽ സെല്ലിങ് ഹോൾഡാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും മനസ്സിലായില്ല. പക്ഷേ ഇതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ വോളിയം പ്രൊഫൈൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാകും ഓരോ ലെവലും. ഓക്കെ, കുറേ ലെവൽ കണ്ട് കോംപ്ലിക്കേറ്റഡ് ആകണ്ട. കാരണം ഇതൊക്കെ നമ്മൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞു പോയ ലെവലാണ്, ഞാനത് ഡിലീറ്റ് ആക്കാതിരുന്നത്. കാരണം നമ്മൾ ഗ്രൂപ്പിൽ ട്രേഡ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ലെവൽ അവിടെ തന്നെ ഉണ്ടെങ്കിൽ അതാണ് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഓരോ ലെവൽ. ഓക്കെ, കാരണം ഓരോ ലെവൽ കഴിയുന്നവരും നമ്മൾ എന്ത് ചെയ്യുന്നു, പുതിയ ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. പിന്നെ ഓക്കെ, വേറെ ഇതിനകത്ത് നാസ്ഡാക്കിലൊരു ലെവലുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്കത് വാച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓൾറെഡി രാവിലെ മാർക്ക് ചെയ്ത ലെവലാണ്. ഈ ലെവൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാർക്ക് ചെയ്യുക, ഹെവി സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്ന ലെവൽസാണ്. നെക്സ്റ്റ് ടൈം വരുമ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ വോളിയം പ്രൊഫൈൽ പഠിക്കാനും ഗ്രൂപ്പിൽ ജോയിൻ ആവാൻ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് അയക്കുക, പഠിക്കുക, അതിനനുസരിച്ച് ട്രേഡ് ചെയ്യുക. എല്ലാ ഹെൽപ്പും നമ്മൾ ഗ്രൂപ്പിൽ തരുന്നതായിരിക്കും. ഇന്ത്യൻ മാർക്കറ്റിലും ഫോറക്സിലും എല്ലാ ലെവൽസും നമ്മൾ അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. അത്രേ ഉള്ളൂ.